നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല ഗിമിക്കുകളും കാട്ടി വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശികളെ തിരികെ കയറ്റിയത് മുതൽ തന്നെ ബംഗാളിൽ പല ചെപ്പടി വിദ്യകളും മമത അവിടെ നടത്തി നോക്കുകയാണ്. മാത്രമല്ല BJP അധികാരം പിടിക്കരുത് എന്ന ഒരു വാശിയിലാണ് ഇപ്പോൾ മമതയുള്ളത്. ആയതിനാൽ തന്നെ അവർ അധികാരം പിടിക്കുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതോടുകൂടി തന്നെ മമത കൂടുതൽ അങ്കലാപ്പിലാവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മമതയ്ക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ. ഈ സർവേ ഫലം പ്രവചിക്കുന്നതാകട്ടെ മമത അവിടെ തുടർ ഭരണം നിലനിർത്തും എന്നതാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം തന്നെ തൃണമൂൽ ആവർത്തിക്കുമെന്നതാണ് ഈ സർവേയിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്നെ പുറത്തു വരുന്ന ഈ സർവേ ഫലം രാഷ്ട്രീയ ഒരു കേന്ദ്രത്തിൽ തന്നെ വലിയ ചർച്ചകളായി തന്നെ മാറുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ 42 സീറ്റുകളിൽ 29 അവിടെ വിജയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അന്ന് BJPക്കാകട്ടെ 12 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. പുതിയ സർവേ പ്രകാരം തൃണമൂലിന്റെ സീറ്റുകൾ 28 തന്നെ നേരിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട്. അതേസമയം BJP തങ്ങളുടെ സീറ്റുകളുടെ എണ്ണം 14 തന്നെ ഉയർത്തുമെന്നും ഈ സർവേ പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന സർവേയിൽ BJPക്ക് 11 സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത്. എന്നാൽ ഇതോടുകൂടി ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ BJPക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. എന്നാൽ മമതയ്ക്ക് അനുകൂലമാണെങ്കിൽ പോലും സർവേ റിപ്പോർട്ട് മമതയ്ക്ക് അനുകൂലമാണെങ്കിൽ പോലും അവിടുത്തെ ജനവിധി മറ്റൊന്നായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ BJP പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം മോദിയുടെ വരവിൽ അവിടെ ലക്ഷക്കണക്കിന് പേരാണ് മോദിയുടെ റാലിയിൽ പങ്കെടുക്കാൻ എത്തുകയും മോദിയുടെ വരവറിയിച്ചുകൊണ്ട് വലിയ സന്തോഷം ആഹ്ലാദ പ്രകടനങ്ങളും നടത്തിയത്. ആയതിനാൽ തന്നെ അവിടുത്തെ ബംഗാളിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയതായി തന്നെ ഈ ഒരു വരവ് സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല BJPക്ക് വലിയൊരു അടിത്തറ പാകാൻ സാധിക്കുമെന്ന് തന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതേസമയം സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമില്ലെങ്കിൽ പോലും വോട്ടർ വിഹിതത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നേറ്റം നടത്തുന്നത് സർവേ വളരെ രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. NDAയുടെ വോട്ട് വിഹിതം 39% നിന്ന് അത് ഉയർന്ന് 42% തന്നെ കണക്കാക്കുന്നതാണ് ഈ സർവേ ഫലം. 3% ഈ വർധനവ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ആത്മവിശ്വാസം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എങ്കിലും സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തിക്ക് ഇടിവ് സംഭവിച്ചിട്ടില്ല എന്നതാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം കൂടുതൽ ധ്രുവീകരിക്കപ്പെടുന്നു എന്നും മത്സരം തൃണമൂലും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി തന്നെ കണക്കാക്കാൻ സാധിക്കും എന്നതാണ് സീ വോട്ടർ സ്ഥാപക ഡയറക്ടറായ യശ്വന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 8 ആഴ്ചകളിലായി തന്നെ രാജ്യത്തുടനീളം 1.25 ലക്ഷത്തിലധികം ആളുകളിൽ നിന്ന് അവിടെ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നതാണ് ഇവർ അവകാശപ്പെടുന്നതും. ദേശീയ തലത്തിൽ BJPയെ നയിക്കുന്ന NDA 350-ലധികം സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന സർവേയിൽ തൃണമൂൽ കോൺഗ്രസിന് 32 സീറ്റുകളും BJPക്ക് 8 സീറ്റുകളുമാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ തൃണമൂലിന്റെ സീറ്റുകൾ കുറയുവാനും BJPയുടേത് വർദ്ധിക്കുവാനും അവിടെ വലിയൊരു അവസരം ഒരുങ്ങുന്നതായി തന്നെ കാണാൻ സാധിക്കുന്നതായി വ്യക്തമാക്കുന്നു. 2024 ഫെബ്രുവരിയിൽ നടന്ന സർവേയിൽ തൃണമൂലിന് 22 സീറ്റും BJPക്ക് 19 സീറ്റുമായിരുന്നു പ്രവചിച്ചിരുന്നത്. ബംഗാളിലെ വോട്ടർമാരുടെ മനസ്സ് മാറുന്നതിന് ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടുതൽ ആവേശഭരിതമാകുമെന്ന് തന്നെ ഇവർ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.